ഹായ്, നമസ്കാരം. ഇന്ന് ലെറ്റ് സ്റ്റഡിയിലൂടെ നമ്മൾ കാണുവാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി സുപ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നത് ജനങ്ങൾ നൽകുന്ന നികുതി തന്നെയാണ്. സോ നികുതി എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ലെറ്റ്സ് കം ടു ദ ടോപ്പിക് ലാഫർ കർവ്. എന്താണ് ലാഫർ കർവ്? ലാഫർ കർവ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ആർതർ ലാഫറാണ് ലാഫർ കർവ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ഹിം, ലാഫർ കർവ് സ്റ്റേറ്റ്സ് ദാറ്റ് if tax rates are increased above a certain level, then tax revenues can actually fall because higher tax rates discourage people from working. ലാഫർ കർവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടാക്സ് റേറ്റ്സ് ഒരു പെർട്ടിക്കുലർ ലെവൽ അല്ലെങ്കിൽ ഒരു സർട്ടേൺ ലെവലിനേക്കാൾ കൂടുതൽ ഇൻക്രീസ് ചെയ്താൽ ഗവൺമെൻറ്റിന് കിട്ടുന്ന നികുതി അഥവാ ടാക്സ് റവന്യൂ ഈവൻച്വലി കുറയാനായിട്ട് തുടങ്ങും. അതിന് കാരണമെന്നാൽ ടാക്സ് റേറ്റ്സ് കൂടുന്നതനുസരിച്ച് ജനങ്ങൾ വർക്ക് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയുവാനാണ് ചാൻസസ് കൂടുതൽ. ലാഫർ കർവ് illustrates the theoretical relationship between ratios of taxation and resulting levels of government revenue. അതായത് ലാഫർ കർവ് കാണിക്കുന്നത് ടാക്സ് റേറ്റ്സും ടാക്സ് റവന്യൂവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ടാക്സ് റേറ്റ്സ് മാറുന്നതനുസരിച്ച് ടാക്സ് റവന്യൂസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് ലാഫർ കർവ് കാണിക്കുന്നത്. ലാഫർ കർവ് ഓൾസോ സ്റ്റേറ്റ്സ് ദാറ്റ് ലോവർ ടാക്സ് റേറ്റ്സ് ബൂസ്റ്റ് എക്കണോമിക് ഗ്രോത്ത്. ലാഫർ കർവ് കാണിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ, നമുക്ക് ടാക്സ് റേറ്റ്സ് എന്തോരം കുറച്ചാണോ ഗവൺമെൻറ് പറയുന്നത്, അത്രയും കൂടുതൽ നമ്മുടെ എക്കണോമിയുടെ വളർച്ച അധികമായിരിക്കും എന്നുള്ളതാണ്. ലാഫർ കർവിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിലോട്ടേക്കാണ് നമ്മളിനി നെക്സ്റ്റ് പോകുന്നത്. നമുക്കറിയാം, ഈ ഫിഗറിൻ്റെ അകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എക്സ് ആക്സിസിൽ ടാക്സ് റേറ്റ്സും വൈ ആക്സിസിൽ ടാക്സ് റവന്യൂവുമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എക്സ് ആക്സിസിൽ ടാക്സ് റേറ്റ്സും അത് പേഴ്സൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് ടാക്സ് റവന്യൂ അത് വൈ ആക്സിസിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ലാഫർ കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഇൻവേർട്ടഡ് യു കർവാണ്. അത് നമുക്ക് കാണുമ്പോഴേ അറിയാം, ഇതൊരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു യു കർവാണ് ലാഫർ കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കറിയാം, സീറോയിൽ നിന്ന് ഈ ടി സ്റ്റാർ വരെയുള്ള ഇൻക്രീസിങ്ങിൽ റീജിയൻ ഓഫ് ഇൻക്രീസിങ് ടാക്സ് റവന്യൂ എന്നാണ് പറയുന്നത്. അതായത് സീറോയിൽ നിന്ന് ഈ ടി സ്റ്റാർ വരെയുള്ള അത്രയും ടാക്സ് റേറ്റ്സ് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഗവൺമെൻറ്റിന് ലഭിക്കുന്ന ടാക്സ് റവന്യൂ നികുതി പണം കൂടിക്കൊണ്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി ഈ ടി സ്റ്റാർ കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള ഈ റീജിയൻ, അതിന് പറയുന്ന പേരാണ് റീജിയൻ ഓഫ് ഡിക്രീസിങ് റവന്യൂ. അതായത് ഈ ടി സ്റ്റാറിന് ശേഷം നമ്മൾ ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ലഭിക്കുന്ന റവന്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് കുറഞ്ഞുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അതാണ് ലാഫർ കർവിൻ്റെ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ. ഇതൊരു ഇൻവേർട്ടഡ് യു കർവാണ്. 0% to 100% ആണ് ടാക്സ് റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നിരിക്കുന്നത്. വൈ ആക്സിസിൽ നമ്മൾ ടാക്സ് റവന്യൂ ആണ് കാണിക്കുന്നത്. 0 to ടി സ്റ്റാർ വരെയുള്ള റീജിയൻ ഓഫ് ഇൻക്രീസിങ് റവന്യൂ എന്നാണ് പറയുന്നത്. ടി സ്റ്റാർ ടു 100% എന്നുള്ള റീജിയൻ ഓഫ് ഡിക്രീസിങ് റവന്യൂ എന്നാണ് പറയുന്നത്. ടി സ്റ്റാറിന് ശേഷം 100% വരെയുള്ള റീജിയണിലേക്ക് നമ്മൾ ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ ഗവൺമെൻറ്റിന് ലഭിക്കുന്ന റവന്യൂ കുറഞ്ഞുകൊണ്ടായിരിക്കും ഇരിക്കുന്നത് എന്നാണ് ലാഫർ കർവ് കാണിക്കുന്നത്. സോ ഇനി നമുക്ക് എക്സ്പ്ലനേഷനിലോട്ടേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞു, ലാഫർ കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഇൻവേഴ്സ് യു ഷേപ്പ് കർവാണെന്ന് നമ്മൾ കണ്ടു. അതായത് യു ഷേപ്പ്, തല തിരിഞ്ഞുള്ള യു ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. ആൻഡ് ഓൾസോ ഇറ്റ് റെപ്രസെൻറ്റ്സ് ടാക്സ് റേറ്റ് ഇൻക്രീസസ്, ഗവൺമെൻറ് റവന്യൂ ഇൻക്രീസസ് അപ് ടു ആൻ ഒപ്റ്റിമൽ പോയിൻറ്റ് ടി സ്റ്റാർ ലെവൽ. അതായത് ഈ ഡയഗ്രാമിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, 0 തൊട്ട് ടി സ്റ്റാർ വരെയുള്ള റീജിയണിലേക്ക് ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ടാക്സ് റവന്യൂ കറസ്പോണ്ടിങ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പോസ്റ്റ് വിച്ച്
If government tries to increase taxes, government revenue will start falling. അതായത് ഈ ടി സ്റ്റാറിന് ശേഷമുള്ള റീജിയൻ നോക്ക്, അവിടെ നമ്മുടെ യു ഷേപ്പ് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ റീജിയൻ ഇത് ഡിക്ലൈനാണ് കാണിക്കുന്നത്. അതായത് ഇനിയും ഗവൺമെൻറ് ടാക്സ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് ലഭിക്കുന്ന വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. So we can understand that at 0% tax rate and 100% tax rate, tax revenue will be 0. അതായത് 0% ടാക്സ് റേറ്റിലും 100% ടാക്സ് റേറ്റിലും നമ്മുടെ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആണ്. ഇവിടെ നോക്ക്, ഈ പോയിന്റിൽ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആണ്. അതുപോലെ തന്നെ ഈ 100% എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ നോക്കിക്കേ, അവിടെയും 0% ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സോ 0% ടാക്സ് റേറ്റിലും 100% ടാക്സ് റേറ്റിലും ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആയിരിക്കും. സോ ഇനി നമ്മൾ ലാഫർ കർവിൻ്റെ ഇംപ്ലിക്കേഷൻസ് ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് Laffer curve is mostly applicable in direct taxes like personal income tax. അതായത് നമ്മുടെ ഇൻകം ഓരോ ജനങ്ങളും അടയ്ക്കുന്ന അയാളുടെ ശമ്പളത്തിൽ നിന്നുള്ള ടാക്സ്, അതാണ് പേഴ്സണൽ ഇൻകം ടാക്സ്. അപ്പോൾ ലാഫർ കർവ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആകുന്നത് ഡയറക്റ്റ് ടാക്സസ് ആയിട്ടുള്ള ഈ പേഴ്സണൽ ഇൻകം ടാക്സിലാണ്. അത് ഞാൻ കൂടുതൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് 1970-കളിൽ, അതായത് ഇപ്പം 1972, 73 കാലഘട്ടങ്ങളിൽ പേഴ്സണൽ ഇൻകം ടാക്സിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 97.5% ആയിരുന്നു. അതായത് ഒരുപാട് വരുമാനമുള്ള ഇൻഡിവിജ്വൽസിന് അവരുടെ അഡീഷണൽ ഇൻകം ആയിട്ടുള്ള 100 രൂപയാണ് എങ്കിൽ ആ 100 രൂപയിൽ നിന്ന് അവർക്ക് ടാക്സും കഴിഞ്ഞ് ബാക്കി അവരുടെ കയ്യിലുണ്ടാകുന്ന തുക 2.5 രൂപ മാത്രമായിരിക്കും. അങ്ങനെ വരുമ്പോൾ അവർക്ക് 100 രൂപയിൽ കുറച്ച് 2.5 രൂപ അല്ലെങ്കിൽ 2.5 രൂപ മാത്രമാണ് അവരുടെ കയ്യിലുള്ളത് എങ്കിൽ ആർക്കാണ് ജോലി ചെയ്യാനായിട്ട് തോന്നുക? സോ ദേ വിൽ ലോസ് ദെയർ ഇൻസെൻറ്റീവ് ടു വർക്ക്. അവർക്ക് അവരുടെ വർക്ക് ചെയ്യാനുള്ള താല്പര്യം നഷ്ടമാകും. അല്ലെങ്കിൽ അവർ ടാക്സസിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. ദേ വിൽ ട്രൈ ടു ഇവേഡ് ഫ്രം ടാക്സസ്. സോ ഗവൺമെൻറ്റിനും അതുവഴി നഷ്ടമാണ് ഉണ്ടാകുന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ റവന്യൂവും കുറഞ്ഞുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. സോ ഈ 97.5% ടാക്സ് റേറ്റിൽ നിന്ന് ഗവൺമെൻറ് ആ ടാക്സ് റേറ്റ് ഒരു 30% അല്ലെങ്കിൽ ഒരു 40% ആയിട്ട് കുറയ്ക്കുകയാണ് എങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മണി സേവ് ചെയ്യാനും സാധിക്കും. ടാക്സ് കൊടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് തോന്നാതെയും ഇരിക്കും. സോ ദേ വിൽ വർക്ക് മോർ and there will be generating of more income and in turn they will pay tax. ഇപ്പോൾ ടാക്സ് റേറ്റ് ഒരു 30% എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് 100 രൂപയിൽ നിന്ന് 70 രൂപ അവർക്ക് സേവ് ചെയ്യാനും ബാക്കി 30 രൂപ ടാക്സ് ആയിട്ട് അടയ്ക്കുവാനായിട്ടും സാധിക്കും. സോ അവരെ സംബന്ധിച്ചിടത്തോളം ടാക്സ് അടയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ തുക അവർക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ അവർ ടാക്സ് അടയ്ക്കുന്നത് ഒരു ബേർഡനായിട്ട് കാണില്ല. നെക്സ്റ്റ് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടാക്സ് കളക്ഷൻ വാസ് ഇംപ്രൂവ്ഡ്. ടാക്സ് കളക്ട് ചെയ്യാനുള്ള ഗവൺമെൻറ്റിൻ്റെ ആ ശ്രമങ്ങളൊക്കെ വിജയിക്കുകയാണ് ലാഫർ കർവിൻ്റെ മനസ്സിലാക്കുന്നതിലൂടെ സാധിച്ചത്. സോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, കോർപ്പറേറ്റ് ഇൻകം ടാക്സും പേഴ്സണൽ ഇൻകം ടാക്സുമാണ് നമ്മുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റവന്യൂ. സോ അറ്റ് ലാസ്റ്റ് വി ആർ കൺക്ലൂഡിങ് ദ സെഷൻ. ലാഫർ കർവിൻ്റെ സെഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്താണ്? ദ പോളിസി ഓഫ് എ ഗവൺമെൻറ് ക്യാൻ ബി എഫക്റ്റീവ് ഇഫ് എ ഗവൺമെൻറ് മെയിൻറ്റെയിൻ ആൻ ഒപ്റ്റിമൽ ബാലൻസ് ബിറ്റ്വീൻ ടാക്സ് റേറ്റ് ആൻഡ് റവന്യൂ. ടാക്സ് റേറ്റും ടാക്സ് റവന്യൂവും തമ്മിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ബാലൻസ് ഒരു ഗവൺമെൻറ്റിന് നിശ്ചയിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് പോളിസി എഫക്റ്റീവ് ആക്കുവാനായിട്ട് സാധിക്കും. അതായത് ഇവിടുത്തെ ഈ ടി സ്റ്റാർ എന്ന് പറഞ്ഞിരിക്കുന്ന റീജിയൻ, ആ റീജിയനെയാണ് നമ്മൾ റവന്യൂ മാക്സിമൈസിങ് പോയിൻറ്റ്.
ആ ഒരു T* എന്ന് പറഞ്ഞിരിക്കുന്ന ബാലൻസ് ഗവൺമെൻറ്റിന് കണ്ടിന്യൂ ചെയ്ത് പോകുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി എഫക്റ്റീവ് ടാക്സ് പോളിസി. സോ നമ്മുടെ ഈ സെഷൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.